നമുക്ക് ഈ ഒരു വീഡിയോയിൽ ട്രാൻസ്ഫർ റൂമറുകളെക്കുറിച്ച് സംസാരിച്ച് സമയം കളയണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കോൺട്രേറ്റ് അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ട്രാൻസ്ഫർ റൂമറുകൾ ഒന്നും തന്നെയില്ല, ആർക്കും അറിയത്തില്ല. ടോപ്പ് ടിയർ ജേർണലിസ്റ്റുകളായിട്ടുള്ള ഫബ്രീസിയോ റൊമാനോയ്ക്കോ ഡേവിഡ് ഓൺസ്റ്റൈനോ അറിയത്തില്ല യുണൈറ്റഡിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി സംസാരിച്ച് സമയം കളയുന്നത് മണ്ടത്തരമാണ്. കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. നമ്മുടെ അവസാനത്തെ 1-2 പ്രീ സീസൺ മത്സരങ്ങളിലുള്ള നമ്മുടെ പ്രകടനം, അപ്പോൾ അതുകൊണ്ട് തന്നെ യുണൈറ്റഡിൽ ഏത് തരം അഴിച്ചുപണികളാണ് നടത്തേണ്ടത് അതിനെപ്പറ്റി നമുക്ക് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാം. അവസാനത്തെ മത്സരം AC മിലാൻ, അതായത് റൂബൻ അമോറിമിൻ്റെ AC മിലാനും ഒക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു മത്സരത്തിനൊക്കെ മുന്നേ അല്ലെങ്കിൽ പ്രീ സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ AC മിലാൻ, അതായത് റൂബൻ അമോറിമിൻ്റെ AC മിലാനെ തോൽപ്പിക്കുക, അങ്ങനെ റൂബൻ അമോറിമിനെതിരെ ആ ഒരു പ്രതികാരം ചെയ്യുക, അങ്ങനെ പ്രതികാരദാഹികളായിട്ടുള്ള ഇംഗ്ലീഷ് യുണൈറ്റഡ് ഫാൻസിനെയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും നമ്മൾ കണ്ടു. എനിക്കറിയത്തില്ല റൂബൻ അമോറിമിനോടുള്ള ഇത്തരം വെറുപ്പ്, വൈരാഗ്യം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം യുണൈറ്റഡ് എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബിനെതിരെ ആ ഒരു മനുഷ്യൻ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല, എന്നും നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഫാൻസിനെതിരെ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ഇവിടെ റിസൾട്ട് കൊണ്ടുവരാൻ പുള്ളിക്ക് പറ്റിയിട്ടില്ല, അതുകൊണ്ട് പുള്ളിയെ സാക്ക് ചെയ്തു. പുള്ളിയുടെ പ്രശ്നം മുഴുവനും വിൽക്കോക്സുമായിട്ടായിരുന്നു, ആ ഒരു യുദ്ധം മുഴുവനും ജേസൺ വിൽക്കോക്സും ഒക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ അതിന് പുള്ളിയുടേതായ കാരണങ്ങൾ പുള്ളിക്കുണ്ട്. പക്ഷേ നമ്മൾ റൂബൻ അമോറിം കുറച്ച് നല്ല കാര്യങ്ങളും യുണൈറ്റഡിൽ ചെയ്തു തന്നിട്ടുണ്ട്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം റൂബൻ അമോറിം ഇവിടുന്ന് ഗർണാച്ചോയെ പറഞ്ഞു വിടാനും അതേപോലെ തന്നെ പല വലിയ കോച്ചസ്, ജോസെ മൗറിഞ്ഞോ ആയാലും സോൾഷെയർ ആയാലും ഈവൻ ടെൻഹാഗ് പോലും തൊടാൻ പേടിച്ച റാഷ്ഫോർഡിനെ ക്ലബിൽ നിന്ന് പുറത്താക്കാനും അവൻ്റെ മെൻറ്റാലിറ്റിയെ ചോദ്യം ചെയ്യാനും ഒക്കെയുള്ള ഒരു ചങ്കുറപ്പ് റൂബൻ അമോറിം കാണിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇനിയോസ് വമ്പൻ സൈനിങ്സ് നടത്തി, അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഇനിയോസ് ആണ് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ ഈ ട്രാൻസ്ഫർ വിൻഡോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ ട്രാൻസ്ഫർ വിൻഡോയിൽ, കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ യുണൈറ്റഡ് സൈനിങ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് റൂബൻ അമോറിമിൻ്റെ പ്രഷർ കാരണമാണ് ഇനിയോസ് ആ ഒരു സൈനിങ്സ് നടത്തിയത്. സെസ്കോ, എംബ്യൂമോ, കുണിയ ഇങ്ങനത്തെ വമ്പൻ സൈനിങ്ങുകളൊക്കെ നടത്താനുള്ള കാരണക്കാരൻ റൂബൻ അമോറിമാണ്. റൂബൻ അമോറിം അത്രയ്ക്കും ഡിമാൻഡിങ് ആയിരുന്നു. ഇപ്പം മൈക്കിൾ ക്യാരിക്ക് അത്രയ്ക്കും പ്രൂവൺ ആയിട്ടുള്ള ഒരു മാനേജറല്ല. മൈക്കിൾ ക്യാരിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജേസൺ വിൽക്കോക്സിൻ്റെയും ഒമർ ബറാഡയുടെയും ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു മനുഷ്യനാണ്. പുള്ളിക്ക് വേണ്ട പ്ലെയേഴ്സിനെ കൊടുത്തു കഴിഞ്ഞാൽ മൈക്കിൾ ക്യാരിക്ക് റിസൾട്ട് കൊണ്ടുവരും. എന്നിട്ടും ഈ ഒരു തോന്നിവാസം നമ്മുടെ ക്ലബ്ബിൽ നടക്കുന്നത്, ഇതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ ക്ലബിനെതിരെ സംസാരിക്കുന്നതല്ല. ക്ലബിനെ മര്യാദയ്ക്ക് റൺ ചെയ്യാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ക്ലബിന് വേണ്ട സമയത്ത് ആ ഒരു റീബിൽഡ് അല്ലെങ്കിൽ വേണ്ട സൈനിങ്സ് കൊടുത്ത് നമ്മളെ ആ ഒരു ടോപ്പ് 4 അല്ലെങ്കിൽ ടൈറ്റിലിനൊക്കെ ഒരു കണ്ടൻഡർ അല്ലെങ്കിൽ ടൈറ്റിൽ ജയിക്കേണ്ട ഒരു ടീമാക്കി മാറ്റേണ്ട സമയത്ത് ഈ രീതിയിലുള്ള പരിപാടി കാണിക്കുന്നത് ശരിക്കും നമ്മൾ ചോദ്യം ചെയ്തേ പറ്റത്തുള്ളൂ. ചോദ്യം ചെയ്യണം. ഒരിക്കലും നമ്മൾ ക്ലബ്ബ് വിരോധികളാകത്തില്ല അവരെയൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ AC മിലാനുമായിട്ടുള്ള നമ്മുടെ ആ ഒരു പ്രീ സീസൺ മത്സരം കണ്ടവർക്കൊക്കെ അറിയാം, നമ്മുടെ മിഡ്ഫീൽഡിനെ സാൻഡോസ്, നമ്മുടെ പുതിയ സൈനിങ്സ് സാൻഡോസ്, ടിലിമാൻസ്, ബ്രൂണോ ഫെർണാണ്ടസ്, ഈ മിഡ്ഫീൽഡിനെ AC മിലാൻ്റെ എക്സ്പീരിയൻസ് കുറഞ്ഞ മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പം എനിക്ക് ഈ ഒരു ആന്ദ്രേ സാൻഡോസ്, ടിലിമാൻസ്, ബ്രൂണോ ഫെർണാണ്ടസ്, ഈ ഒരു മിഡ്ഫീൽഡ് കാണുമ്പം എനിക്ക് ഏറ്റവും ആദ്യമുള്ള എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മിഡ്ഫീൽഡിൽ ഉള്ള പ്ലെയേഴ്സിനൊക്കെ ഒരേ ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സാണ്, അല്ലെങ്കിൽ ഈ പ്ലെയേഴ്സ് തമ്മിൽ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന തരം പ്ലെയേഴ്സ് അല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ആന്ദ്രേ സാൻഡോസ് ആയാലും ടിലിമാൻസ് ആയാലും ഇവരൊക്കെ എന്ന് പറയുന്നത് ഓൺ ദ ബോൾ ബെറ്റർ ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. പക്ഷേ ഓഫ് ദ ബോൾ ഇവരൊക്കെ മോശമാണ്. തീർത്തും മോശമെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മളെക്കാളും കൂടുതൽ ഇൻറ്റൻസിറ്റിയും അഗ്രഷനും കാണിക്കുന്ന ടീമുകൾക്കെതിരെ, അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ പ്രസൻസ്, അപ്പം ആ ഒരു മിഡ്ഫീൽഡിൽ ആ ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ല എന്നുള്ളത് സത്യമാണ്. ആന്ദ്രേ സാൻഡോസ്, ടെലിമാൻസിൽ ഇവരൊക്കെ ആരാണ്? അല്ലെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ മിഡ്ഫീൽഡിൽ എന്താണ് ഫിസിക്കൽ പ്രസൻസ്? നമുക്ക് ആ ഒരു പിച്ച് നന്നായിട്ട് കവർ ചെയ്ത് ഓടി നടന്ന് ടാക്കിള് നടത്തി ബോൾ വിൻ ചെയ്യുന്ന തരം മിഡ്ഫീൽഡേഴ്സ് ആരെങ്കിലും ഉണ്ടോ? അപ്പം ഈ ഒരു ആന്ദ്രേ സാൻഡോസിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും കോബി മേനു അല്ലെങ്കിൽ ടെലിമാൻസ് ഇങ്ങനത്തെ മിഡ്ഫീൽഡ് ഒരിക്കലും കോംപ്ലിമെൻ്റ് ചെയ്യത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ആന്ദ്രേ സാൻഡോസ് നമ്പർ 6 ആണെങ്കിൽ ഒരു ബ്രൂണോ ഗുമാരസ് ഒരു നമ്പർ 8 ഉണ്ടായിരുന്നെങ്കിൽ അവർ തമ്മിൽ കോംപ്ലിമെൻ്റ് ചെയ്തതിന് ആ ഒരു ഫിസിക്കൽ പ്രസൻസിൻ്റെ ആ ഒരു കുറവ്
അത് ബ്രൂണോ ഗുമാറസ് നികത്തിയേനെ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ആ ഒരു മിഡ്ഫീൽഡിൽ ഒരു ഫിസിക്കൽ പ്രസൻസ്, ഒരു ഡിസ്ട്രോയർ, അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡർ വേണം. അത് നമ്പർ 6 ആയാലും നമ്പർ 8 ആയാലും കുഴപ്പമില്ല, നമുക്ക് ആ ഒരു ഫിസിക്കൽ പ്രസൻസ് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ AC മിലാനെതിരെ നമ്മൾ പൊസഷൻ കീപ്പ് ചെയ്യാതെ അവർ നമ്മളെ ടെക്നിക്കലി നമ്മളെക്കാളും സുപ്പീരിയർ ആയി മാറിയ സമയത്ത് നമുക്ക് ബോൾ വിൻ ചെയ്ത് നമുക്ക് നമ്മുടെ ഗെയിം മുന്നോട്ട് നമുക്ക് ആ ഒരു അറ്റാക്ക് നടത്താൻ നമുക്ക് പറ്റാത്ത ഒരു അവസ്ഥ നമുക്കുണ്ടായി. അപ്പോൾ അത് മിഡ്ഫീൽഡിൽ വലിയൊരു കുറവ് തന്നെയാണ്. അങ്ങനത്തെ ആ ഒരു പ്രൊഫൈലിലുള്ള ഒരു പ്ലെയർ, എല്ലാവരും സിമിലർ പ്രൊഫൈലാണ്. ഈ ആന്ദ്രേ സാന്റോസ് ആയാലും ടിലിമെൻസ് ആയാലും കോബി മേനു ഒക്കെ ആണെങ്കിലും സിമിലർ പ്രൊഫൈലാണ്. നമുക്ക് ഫിസിക്കൽ പ്രസൻസ് വേണം, ബോൾ വിന്നർ വേണം. നമ്മൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ മത്തേസ് ഫെർണാണ്ടസിൻ്റെ പുറകെ പോകാനുള്ള മെയിൻ കാരണം അതാണ്. പുള്ളി ആ ഒരു ഫിസിക്കൽ പ്രസൻസ് ആണ്, ഓഫ് ദ ബോൾ വർക്ക് റേറ്റ്, ബോൾ വിന്നിങ് മെൻറ്റാലിറ്റി. അപ്പോൾ അങ്ങനെ ആ ഒരു ഗ്രൗണ്ട് കവർ ചെയ്ത് ഡിഫെൻഡ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയർ, ബോൾ വിൻ ചെയ്യാൻ കഴിവുള്ള പ്ലെയറാണ് മത്തേസ് ഫെർണാണ്ടസ്. അതുകൊണ്ടാണ് ആ ഒരു പ്ലെയറിൻ്റെ പുറകെ പോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു പ്ലെയർ പോയപ്പോഴത്തേനും നമുക്ക് പകരം സൈൻ ചെയ്യാനൊരു പ്ലെയറിനെ കിട്ടിയില്ല. അലക്സ് സ്കോട്ട് പോണക്കത്തെ ഒരു പ്ലെയറിനെ നമ്മൾ സൈൻ ചെയ്യണമായിരുന്നു. പക്ഷേ ബോൺമൂത്ത് സെല്ല് ചെയ്യാൻ തയ്യാറല്ല. അതുമാത്രമല്ല, അവർ സെല്ല് ചെയ്യാൻ തയ്യാറായാലും നമ്മൾ മത്തേസ് ഫെർണാണ്ടസിൻ്റെ ആ ഒരു 85 മില്യൺ എങ്കിലും ബോൺമൂത്തിന് കൊടുക്കേണ്ടി വരും. അത് ഇനിയോസ് അതിനും തയ്യാറല്ല. അപ്പം നമ്മുടെ മുന്നിൽ പ്രീമിയർ ലീഗിൽ നിന്നുള്ള 2 നല്ല ചോയ്സ് എന്ന് പറയുന്നത് ഒന്ന് അലക്സ് സ്കോട്ട്, പിന്നെ ബലേബാണ്. ഇവരെ 2 പേരെയും സൈൻ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ബലേബ ഇപ്പോൾ ഇഞ്ചേർഡാണ്. ഏകദേശം സീസൺ തുടങ്ങി ഒരു മാസം എങ്കിലും പുള്ളിക്ക് പുറത്തിരിക്കേണ്ടി വരും. അതായത് ഏകദേശം 3-4 മത്സരം ബലേബ മിസ് ചെയ്യും. ബലേബയെ സൈൻ ചെയ്താൽ തന്നെ ബലേബയ്ക്ക് വേണ്ടിയുള്ള കൊട്ടേഷൻ അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയപ്പെടുന്നത് 65 മില്യൺ പൗണ്ട്സ് ആണ്. ഇപ്പോഴും എനിക്ക് ഡൗട്ടുണ്ട് ആ ഒരു ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇനിയോസ് സൈൻ ചെയ്യുമോ, അല്ലെങ്കിൽ 65 മില്യൺ പൊട്ടിക്കാൻ ഇനിയോസ് തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. അലക്സ് സ്കോട്ടിൻ്റെ കാര്യം ഏതായാലും ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ നടക്കത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം ഇവരെ 2 പേരെയും സൈൻ ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഇങ്ങനെ അവസാനിക്കാറാകുന്ന സമയമാകുമ്പോഴത്തേനും ആരെയും സൈൻ ചെയ്യണം അല്ലെങ്കിൽ ആരെയും കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥ നമുക്ക് കൂടെ ഉണ്ടാവും. ആരാധകരായിട്ടുള്ള നമ്മളും പറയും ആരെയും ഒന്ന് കൊണ്ടുവരാൻ പറയും. എന്നപ്പോൾ അവർ സാൻഡർബർഗോ അല്ലെങ്കിൽ ടൈലർ ആഡംസോ അങ്ങനത്തെ സൈനിങ്ങിന് വേണ്ടി യുണൈറ്റഡ് പോവും. അതിനെ നമ്മളെല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അപ്പം മിഡ്ഫീൽഡിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഫിസിക്കൽ പ്രസൻസ് നമുക്ക് അനിവാര്യമാണ്. പിന്നെ നമ്മൾ AC മിലാനുമായിട്ടുള്ള മത്സരം നോക്കിയാൽ നമുക്കെതിരെ അടിച്ച ഗോളുകൾ ഒക്കെ കൺസീഡ് ചെയ്തത് അല്ലെങ്കിൽ നമ്മളെ ടാർഗറ്റ് ചെയ്തത് നമ്മുടെ വിങ് വഴിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ലെഫ്റ്റ് സൈഡിനെ അവരെ ടാർഗറ്റ് ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ചത് ലൂക്ക് ഷോ, അതേപോലെ തന്നെ വിങ്ങറായിട്ട് കളിച്ചത് ഡോർഗു, അതേപോലെ തന്നെ റാഷ്ഫോർഡ്, ഇവരൊക്കെയാണ്. അപ്പോൾ ആ ഒരു ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് വഴി ലൂക്ക് ഷോയെ ഡിഫെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാക്ക് ബാക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാൻ നമ്മുടെ വിങ്ങേഴ്സ് ആരുമില്ല. റാഷ്ഫോർഡ് ട്രാക്ക് ബാക്ക് ചെയ്യത്തില്ല. ബാർസലോണ ആരാധകർ സ്ഥിരം പറയുന്നൊരു കാര്യമാണ് റാഷ്ഫോർഡ് ഡിഫെൻഡ് ചെയ്യത്തില്ല, ട്രാക്ക് ബാക്ക് ചെയ്യത്തില്ലെന്ന്. ഡോർഗു ആണെങ്കിൽ പോലും ഡോർഗു നമുക്കൊരു പ്രോപ്പർ ഒരു വിങ്ങറിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു വർക്ക് റേറ്റ് ഡോർഗുവും തരുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ആ ഒരു ലെഫ്റ്റ് സൈഡ് എക്സ്പോസ് ആകാൻ കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു ട്രാക്ക് ബാക്ക് ചെയ്ത് നമ്മുടെ ഫുൾ ബാക്കിനെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവിടെ മത്തേസ് കുണിയ തന്നെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ കളിക്കണം. മത്തേസ് കുണിയ കളിച്ചേ പറ്റത്തുള്ളൂ. ലെഫ്റ്റ് വിങ്ങിൽ മത്തേസ് കുണിയ കളിക്കുമ്പോഴത്തേനും സ്ട്രൈക്കർ ആര് കളിക്കും എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അപ്പോൾ എംബിമോ ഇങ്ങോട്ട് കൊണ്ടിട്ട് ആകെപ്പാടെ അവിയൽ പരുവാക്കാതെ എംബിമോ റൈറ്റ് വിങ്ങിൽ തന്നെ കളിക്കട്ടെ. നമുക്ക് ആ ഒരു സെസ്കോയ്ക്ക് ബാക്കപ്പായിട്ട് ഒരു സ്ട്രൈക്കറിനെ നമ്മൾ സൈൻ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു സ്ട്രൈക്കർ സൈൻ ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ മിഡ്ഫീൽഡിൽ ഒരു ഫിസിക്കൽ പ്രസൻസ്, അപ്പോൾ അങ്ങനത്തെ ഒരു സൈനിങ്. പിന്നെ ഞാൻ ഈ ഒരു വിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും ഫുൾ ബാക്ക് നമുക്കെല്ലാവർക്കും അറിയാം. ലെഫ്റ്റ് ബാക്ക് സൈനിങ്ങിനെ പറ്റി പലരും ഘോരം പ്രസംഗിക്കുന്നുണ്ട്. നമുക്ക് ലൂയിസ് ഹാളിൻ്റെ ലിങ്ക്സും കാര്യങ്ങളും കുറച്ച് ആഴ്ചകൾ മുന്നേയൊക്കെ വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. കാരണം ന്യൂകാസിൽ വിക്കത്തില്ല. ന്യൂകാസിലിന് ആവശ്യത്തിൽ കൂടുതൽ കളിക്കാരെ വിറ്റു. ഇനി അവർ വിക്കത്തില്ല. ആ പ്രദേശത്തോട്ട് ചെല്ലേണ്ട അവരെ 80 മില്യനൊക്കെ ചോദിക്കും. അപ്പോൾ 80 മില്യൺ കൊടുത്ത് ഇനിയോസ് ഏതായാലും സൈൻ ചെയ്യാനും പോകുന്നില്ല. അപ്പം നമ്മുടെ ഫുൾ ബാക്ക്, അത് ലെഫ്റ്റ് ബാക്ക് മാത്രമല്ല റൈറ്റ് ബാക്ക്, ഇവിടെയൊക്കെയുള്ള നമ്മുടെ ക്വാളിറ്റി, ഈ ഫുൾ ബാക്സ് ഒക്കെ എത്രമാത്രം മുന്നോട്ട് പോയിട്ട് നമ്മുടെ വിങ്ങേഴ്സിനെ സഹായിക്കുന്ന രീതിയിൽ അണ്ടർലാപ്പിംഗ് ഓവർലാപ്പിംഗ് റൺസ് നടത്തുകയും അവരുമായിട്ട് കമ്പൈൻ ചെയ്യുകയും അറ്റാക്കിൽ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 2 സൈഡും നോക്കൂ. ലൂക്ക് ഷോ ഇൻവോൾവ് ആകുന്നില്ല. കാരണം ലൂക്ക് ഷോയ്ക്ക് ആ ഒരു പേടിയുണ്ട്. ഈ ബാക്ക് ആൻഡ് ഫോർത്ത് ഇങ്ങനെ ഓടി നടന്നു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് ഇഞ്ചേർഡ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് ബാക്കിൻ്റെ പേര് പറയുന്നത്. പക്ഷേ റൈറ്റ് ബാക്ക് നോക്കുകയാണെങ്കിൽ ഡലോ ആണ് നമ്മുടെ ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്ക്.
റൈറ്റ് ബാക്കായിട്ടുള്ള ഡലോ ഒരു സീസണിൽ 2 അല്ലെങ്കിൽ 3 മത്സരങ്ങളിൽ എന്തെങ്കിലും ചെറിയ മാജിക്ക് കാണിച്ചാലായി. അതാണ് നമ്മുടെ അവസ്ഥ. പിന്നെ ബാക്കപ്പായിട്ടുള്ള മസ്റാവിയുടെ കാലം കഴിഞ്ഞു. മസ്റാവിക്ക് ഒരിക്കലും ഒരു ഫുൾ ബാക്കായിട്ട് കളിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി ഒരു റൈറ്റ് സൈഡ് സെൻറ്റർ ബാക്കായിട്ട് അമോറിം യൂസ് ചെയ്ത സമയത്ത് പുള്ളി എഫക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ആ റോളിലൊക്കെ പുള്ളിയെ കൊണ്ട് പറ്റത്തുള്ളൂ ഇനിയും. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ക്വാളിറ്റി 2 ഫുൾ ബാക്സ് നമുക്ക് വേണം. അപ്പോൾ ഇങ്ങനത്തെ ഫുൾ ബാക്സ് ഒക്കെ വന്നാലേ നമ്മുടെ ഓവറോൾ ഫുട്ബോൾ ഇമ്പ്രൂവ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മൾ ബ്രൂണോ ഫെർണാണ്ടസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഓപ്പോസിഷൻ ടീമിനെ സംബന്ധിച്ച് നമ്മൾ പ്രഡിക്റ്റബിൾ ആകും, അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ കുറേ കൂടെ എളുപ്പമാകും. അപ്പോൾ വിങ് വഴിയുള്ള ഈ ഒരു അറ്റാക്ക് ശക്തമാക്കണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആ ഒരു ഫുൾ ബാക്സിനെ സൈൻ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്തരം സൈനിങ്സ് ഫുൾ ബാക്സ്, മിഡ്ഫീൽഡർ, സ്ട്രൈക്കർ, മിനിമം ഈ ഒരു 2, 3, 4 സൈനിങ്സ് എങ്കിലും നമുക്ക് മിനിമം വേണം. ഇല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് മൈക്കിൾ ക്യാരിക്കിനെ ചീത്ത പറഞ്ഞ് അവനെ സാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ശുദ്ധ തെമ്മാടിത്തരം ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് നമ്മൾ ആരാധകരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇനിയോസിനെതിരെ തിരിഞ്ഞാൽ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു ലോക്കൽ ഫാൻസ്, അവിടുത്തെ ഒരു മാച്ച് ഗോയിങ് ഫാൻസ് ഇനിയോസിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാലേ എന്തേലും കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇവരുടെ ഈ ഒരു പോക്ക്, ഇനിയോസിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് രീതി നമുക്കെല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലും ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ, പ്രീമിയർ ലീഗിൽ നിന്ന് തന്നെ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാനാണ് താല്പര്യം. അതിനോട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ പ്രീമിയർ ലീഗിലെ ഏറ്റവും നല്ല കളിക്കാരെ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ സൈൻ ചെയ്ത പോലെ സൈൻ ചെയ്യണമെങ്കിൽ കാശ് പൊട്ടിക്കണം. അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടാത്ത, അല്ലെങ്കിൽ അവരുടെ സെക്കൻഡ് ചോയ്സ്, തേർഡ് ചോയ്സ്, ചെൽസിയിലെ ഒരു തേർഡ് ചോയ്സ് ഒക്കെ ആയിരുന്നു, തേർഡ് ചോയ്സ് അല്ലെങ്കിൽ ഫോർത്ത് ചോയ്സ് ആയിരുന്നു ആന്ദ്രേ സാന്റോസ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറിനെ സൈൻ ചെയ്തു. നമുക്കിവിടെ ഒരു സെക്കൻഡ് ചോയ്സ് ആയിട്ട് ഓക്കെയാണ് ആന്ദ്രേ സാന്റോസ്. ടിലിമാൻസ് ഒരു ബാക്കപ്പ് സൈനിങ് എന്നുള്ള രീതിയിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവരെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇവരെ വെച്ചുകൊണ്ട് ചാമ്പ്യൻസ് ലീഗ്, പ്രീമിയർ ലീഗ് ഒക്കെ ജയിക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് 4 എത്തണം എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ളവരുടെയൊക്കെ മിഡ്ഫീൽഡ് നോക്കിയോ, ഈ സിറ്റിയുടെ നോക്കിയോ, ആർസനലിൻ്റെ, ചെൽസിയുടെ, ലിവർപൂളിൻ്റെ, സ്പേഴ്സിൻ്റെ. അപ്പം നമ്മുടെ മിഡ്ഫീൽഡ്, നമ്മുടെ ഓവറോൾ ടീം എവിടെയാണ് നിൽക്കുന്നത്? നമുക്ക് നല്ലൊരു അവസരമായിരുന്നു ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ല സൈനിങ് നടത്തി നമ്മളെ ഒരു പ്രോപ്പർ ടോപ്പ് 3 ടീമായി ആക്കി മാറ്റുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ അങ്ങനെ ടോപ്പ് 3 ടീമാക്കി മാറ്റാമായിരുന്നു ഇനിയോസിന്. പക്ഷേ ഇനിയോസിൻ്റെ പ്ലാനുകളും പദ്ധതികളും എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അപ്പം ലെഫ്റ്റ് ബാക്കിലും റൈറ്റ് ബാക്ക് ഏതായാലും സൈൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ലെഫ്റ്റ് ബാക്കിൽ ആരെങ്കിലും തട്ടിക്കൂട്ടി സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. മിഡ്ഫീൽഡിൽ ആരെങ്കിലും തട്ടിക്കൂട്ടി കൊണ്ടുവരും. എനിക്കറിയത്തില്ല സ്ട്രൈക്കർ ഇവരെ സൈൻ ചെയ്യുമോ എന്ന് എനിക്ക് യാതൊരു പിടുത്തവുമില്ല. നമ്മുടെ സെല്ലിങ് ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. സെയിൽസിൻ്റെ കാര്യം എല്ലാം മോശമാണ്. ഓവറോൾ ഇനിയോസ്, പ്രത്യേകിച്ച് ജേസൺ വിൽകോക്സ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു പരാജയമായി മാറുകയും യുണൈറ്റഡിന് പിച്ചിലും പെർഫോം ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ജേസൺ വിൽകോക്സ് വെക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ജേസൺ വിൽകോക്സ് ആണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പൊളിറ്റീഷ്യൻ. അവിടെ ഒരു ഭയങ്കര പൊളിറ്റിക്സാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിയെ വെല്ലാൻ അവിടെ എനിക്ക് തോന്നുന്ന ഒരു മനുഷ്യൻ പോലും ഇല്ല. വിൽകോക്സിനെതിരെ ആരൊക്കെ സംസാരിച്ചോ അവരെല്ലാവരും പുറത്ത് പോയിട്ടുണ്ട്. നമ്മുടെ ഡാൻ ആഷ്വർത്ത്, റൂബൻ അമോറിം, ഇവരുടെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ പരാജയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജേസൺ വിൽകോക്സിനെ പറഞ്ഞു വിടണം. അവനെതിരെ ഒന്നടങ്കം നമ്മുടെ ഫാൻ ബേസ് തിരിയണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നമിന്ന കമൻസ് ആയിട്ട് മറ്റൊരു നല്ല വീഡിയോ ഇടണം.